ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിലിട്ടിരുന്ന ആന ടീച്ചറുടെ സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ തുടങ്ങാം. അല്പം മുമ്പ് താനിവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? ഈ കാര്യം ടീച്ചർ അമ്മയോട് പറഞ്ഞാലുള്ള കാര്യം അതോർത്തപ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ പേടി കൂടിക്കൂടി വന്നു. ടീച്ചറോട് മാപ്പ് പറയണമെന്ന് അവന് തോന്നി. ചുണ്ടിൽ പറ്റിപ്പിടിച്ച് ഉമിനീർ തുടച്ച് ബാത്റൂമിൻ്റെ അടുത്തേക്ക് ചെന്നു. ടീച്ചറെ, അവൻ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ഒരു മറുപടിയും ഉണ്ടായില്ല. ടീച്ചറെ, സോറി ടീച്ചറെ, വിറച്ചുകൊണ്ട് പറഞ്ഞു. ആനിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. വിധു ബാത്റൂമിൻ്റെ വാതിലിനോട് കാതോർത്തു. ടീച്ചർ അകത്തിരുന്ന് കരയുകയാണെന്ന് അവൻ്റെ ഉൾഭയം കൂടി. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല. വേഗം പുസ്തകങ്ങളും എടുത്ത് അവൻ വീട് വിട്ടിറങ്ങി. തിരികെ വീട്ടിൽ ചെന്നപ്പോഴും അവൻ്റെ മനസ്സിൽ നേരത്തെ നടന്ന സംഭവങ്ങളാണ്. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് പറയാനാകില്ല. രാവിലെ വിധു ഉറങ്ങി എഴുന്നേറ്റപ്പോഴൊക്കെ ഇന്നലെ രാത്രി ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചുണ്ടായ സംഭവങ്ങളാണ് മനസ്സിൽ മുഴുവൻ. അപ്പോഴത്തെ ആ ഒരു സന്ദർഭത്തിൽ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചു പോയി. ആന ടീച്ചർ ആരോടെങ്കിലും ഇക്കാര്യം പറഞ്ഞാൽ അതോടെ തീരും തൻ്റെ ജീവിതം. ഓരോന്നോർത്തപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഭയം അവൻ്റെ മനസ്സിൽ കുന്നുകൂടി. ആന ടീച്ചറുടെയും സ്ഥിതി ഏതാണ്ട് അവൻ്റെതിന് സമാനമാണ്. ഇന്നലെ രാത്രി മുതൽ നേരം പുലരും വരെയും മുറിയിൽ കരഞ്ഞു തീർക്കുകയായിരുന്നു അവൾ. ഒരു വിദ്യാർത്ഥിയിൽ നിന്നും ഒരിക്കലും ആഗ്രഹിക്കാത്ത അനിഷ്ട സംഭവങ്ങളാണ് അവൾക്ക് നേരിടേണ്ടി വന്നത്. ഇക്കാര്യം അമ്മയോട് പറഞ്ഞാലോ എന്ന് അവൾ ചിന്തിച്ചു. മോളെ, നീ എന്താലോചിച്ചിരിക്കുക? അമ്മ അടുത്തു വന്ന് ചോദിച്ചു. അപ്പോഴാണ് ആനിക്ക് സ്ഥലകാലബോധമുണ്ടായത്. ചിന്തകളിൽ നിന്നും ഞെട്ടി ഉണർന്നുകൊണ്ട് അമ്മയെ നോക്കി. സമയം വൈകി, നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? അമ്മ ചോദിച്ചു. പോകുമെന്നർത്ഥത്തിൽ അവൾ മൂളി. മാറാനുള്ള വസ്ത്രങ്ങളുമായി ആനി കുളിമുറിയിലേക്ക് ചെന്നു. കുളിക്കുമ്പോഴും അവളുടെ മനസ്സിൽ ഇന്നലെ നടന്ന സംഭവങ്ങളാണ്. അറിയാതെ അവളുടെ കണ്ണുനീർ പൊടിഞ്ഞു. ഏങ്ങി ഏങ്ങി കരഞ്ഞു. ഒരുപാട് നേരം ആ കരച്ചിൽ നീണ്ടു നിന്നു. ഷവറിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ കൂടെ അവളുടെ കണ്ണുനീര് ഒലിച്ചിറങ്ങി. ആനി മോളെ, അമ്മ വാതിലിൽ തട്ടിക്കൊണ്ട് വിളിച്ചു. ഉടനെ അവൾ കരച്ചിൽ അവസാനിപ്പിച്ച് ഷവർ ഓഫ് ചെയ്തു. നീ കുളിക്കാൻ കയറിയിട്ട് ഒരുപാട് സമയമായല്ലോ, ഇനിയും കുളിച്ചു കഴിഞ്ഞില്ലേ? സമയം 9 മണിയായി, അമ്മ വിളിച്ചു പറഞ്ഞു. കുളിച്ചു കഴിഞ്ഞു, കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ മറുപടി നൽകി. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അമ്മ അവളുടെ അടുത്തേക്ക് ചെന്നു. നിനക്ക് എന്താ പറ്റിയേ? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, മുഖത്താകെ ഒരു വല്ലായ്മ. പനിക്കുന്നുണ്ടോ? അമ്മ ചോദിച്ചു. ഇല്ലമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയ തലവേദന, കുളിച്ചു കഴിഞ്ഞപ്പോൾ അത് മാറി. ആനി എങ്ങനെയൊക്കെയോ കള്ളം പറഞ്ഞൊപ്പിച്ചു. വയ്യെങ്കിൽ ഇന്ന് സ്കൂളിൽ പോണ്ട. അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ധൃതിയിൽ പറഞ്ഞുകൊണ്ട് വേഗം മുറിയിലേക്ക് പോയി. ഇനിയും ഇവിടെ നിന്നാൽ അമ്മ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കും. വൈകാതെ അവൾ സ്കൂളിലേക്ക് പുറപ്പെട്ടു. സ്കൂളിലെത്തി ക്ലാസ് എടുക്കുമ്പോഴും സ്റ്റാഫ് റൂമിലിരിക്കുമ്പോഴും അവളുടെ മുഖത്ത് തീരെ തെളിച്ചമില്ല. അത് കണ്ട് പന്തികേട് തോന്നിയ സോഫി ടീച്ചർ ആനിയോട് കാര്യം തിരക്കി. കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു തലവേദനയാണെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. ഇതേ സമയം വീട്ടിൽ കിടന്നും ഇരുന്നും വിധു സമയം ചിലവഴിച്ചു. കയ്യിൽ സ്മാർട്ട് ഫോൺ ഇല്ലാത്തതുകൊണ്ട് നേരം പോകുന്നില്ല. ടി വിയിലാണെങ്കിൽ നല്ല പരിപാടിയുമില്ല. വൈകിട്ട് ആനി ടീച്ചറെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നോർത്തുള്ള പേടി വേറെയും. എല്ലാം കൊണ്ടും അവൻ ആകെ അസ്വസ്ഥനാണ്. മനസ്സിനല്പ സമാധാനം ലഭിക്കുമല്ലോ എന്നോർത്ത് കൂട്ടുകാരായ ആൽഫിയുടെയും മനുവിൻ്റെയും അടുത്തേക്ക് ചെന്നു. എന്താടാ മൂഡ് ഔട്ടായിരിക്കുന്നേ? ആൽഫി ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ, വിധു പറഞ്ഞു. ആനി ടീച്ചർ വീണ്ടും നിന്നെ വഴക്ക് പറഞ്ഞോ? മനു ചോദിച്ചു. ഇപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നവുമില്ല, വിധു പറഞ്ഞു.
പിന്നെ എന്താ നീ മൂഡ് ഔട്ട് ആകാനുള്ള കാരണം? സ്മാർട്ട് ഫോൺ കയ്യിലില്ലാത്തതുകൊണ്ട് പബ്ജി കളിച്ചിട്ട് ഒരുപാട് ദിവസമായില്ലേ, അതിൻ്റെ ഒരു വിഷമം. വിധു ഒരു കള്ളം തട്ടിവിട്ടു. നിന്നെയൊക്കെ സമ്മതിക്കണം, ഈ കാലത്ത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാതെ 2 ആഴ്ചത്തോളം നീ പിടിച്ചു നിന്നില്ലേ, മനു പറഞ്ഞു. അങ്ങനെ ഓരോന്ന് സംസാരിച്ച് നേരം പോയി. സമയം ഇപ്പോൾ 6 മണിയായി. കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് അവൻ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലെത്തിയപ്പോൾ ട്യൂഷന് പോകുന്ന കാര്യം ആലോചിച്ച് വീണ്ടും പേടി കൂടാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ച് നിന്നു. വിധു, നീ ഇന്ന് ട്യൂഷന് പോകുന്നില്ലേ? അമ്മ ചോദിച്ചു. ഇപ്പോൾ പോകും, അവൻ മറുപടി നൽകി. ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം, വിധു മനസ്സിൽ ധൈര്യം സംഭരിച്ചു. കുളിച്ചു മാറ്റി പുസ്തകങ്ങളുമായി ആന ടീച്ചറുടെ വീട്ടിലേക്ക് ചെന്നു. ആന ടീച്ചറുടെ അമ്മ ഹാളിലിരുന്ന് TV കാണുകയാണ്. ടീച്ചർ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞു കാണുമോ? അവൻ ഭയപ്പെട്ടു. ആന മുറിയിലുണ്ട്, ചെന്നോളൂ, അമ്മ പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് അവന് സമാധാനമായത്. ഭാഗ്യം, ടീച്ചർ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അടുത്ത നിമിഷം തന്നെ അവൻ മുറിയിൽ ചെന്ന് കതകടച്ചു. കസേരയിലിരുന്ന് പുസ്തകവും പിടിച്ച് എന്തോ ആലോചിച്ചിരിക്കുകയാണ് ആനി. ഉടനെ ടീച്ചറുടെ തൊട്ടടുത്തുള്ള കസേരയിൽ ചെന്നിരുന്നു. അപ്പോഴാണ് അവൻ വന്ന കാര്യം ആനി അറിയുന്നത് തന്നെ. ആനി അവൻ്റെ മുഖത്തേക്ക് നോക്കി. വിധു ചെറുതായി ചിരിക്കാൻ ശ്രമിച്ചു. അടുത്ത നിമിഷം തന്നെ അവൾ മുഖം തിരിച്ചു. ആനി അവനോടൊരക്ഷരം മിണ്ടിയതുമില്ല, ശ്രദ്ധിക്കുന്നുമില്ല. ഒരു വെളുത്ത നൈറ്റിയാണ് ആനിയുടെ വേഷം. ടീച്ചർ തന്നോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും എന്ന് പ്രതീക്ഷയോടെ അവൻ കാത്തിരുന്നു. സമയം കുറച്ച് പിന്നിട്ടിട്ടും ടീച്ചറുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണവും ഉണ്ടായില്ല. താൻ തന്നെ മുൻകൈയെടുത്ത് സംസാരിച്ചാലേ ശരിയാവൂന്ന് അവന് മനസ്സിലായി. തൻ്റെ കയ്യിലുള്ള പുസ്തകം ടീച്ചറിന് നേരെ നീട്ടിക്കൊണ്ട് കെമിസ്ട്രി പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടു. പുസ്തകം വാങ്ങില്ല എന്നാണ് അവൻ പ്രതീക്ഷിച്ചത്. ഭാഗ്യത്തിന് അവൾ പുസ്തകം വാങ്ങി. അതുകൂടെ കണ്ടപ്പോൾ അവന് പരിപൂർണ ആശ്വാസമായി. കടുത്ത ദേഷ്യമോ വിഷമമോ പ്രകടിപ്പിക്കാതെ സാവധാനം ആനി ക്ലാസ് എടുത്തു തുടങ്ങി. താല്പര്യമില്ലാത്ത പോലെയാണ് അവളുടെ പെരുമാറ്റം. ഇത്രയൊക്കെ ചെയ്തിട്ടും ആനി തനിക്കെതിരെ പ്രതികരിക്കാത്തത് കണ്ടപ്പോൾ അവൻ്റെ ധൈര്യം ഇരട്ടിച്ചു. അവൻ്റെ സ്വഭാവം നിമിഷ നേരം കൊണ്ട് പഴയതുപോലെയായി. ആനിയുടെ ദേഹത്തേക്ക് ചൂഴ്ന്നു നോക്കി രക്തമൂറ്റാൻ തുടങ്ങി. ടീച്ചറെ നോക്കി വെള്ളമിറക്കിക്കൊണ്ടിരുന്നു. പുസ്തകത്തിൽ എഴുതിയ കാര്യം വായിച്ചു കൊടുക്കുന്നതിനിടയിൽ ആനി അവൻ്റെ നോട്ടം ശ്രദ്ധിച്ചു. ഉടനെ തന്നെ അവൾ ബുക്ക് മുകളിലേക്ക് ഉയർത്തി അവൻ്റെ നോട്ടത്തിന് തടയിട്ടു. അടുത്ത നിമിഷം തന്നെ ആനി ഉയർത്തി വെച്ച പുസ്തകം അവൻ പിടിച്ചു താഴ്ത്തി. അവൻ്റെ പ്രവൃത്തി കണ്ടവൾ ഞെട്ടി. ആനി വീണ്ടും പുസ്തകം ഉയർത്തിപ്പിടിച്ചു. തൊട്ടടുത്ത നിമിഷം തന്നെ അവനത് പിടിച്ചു താഴ്ത്തി. അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പക്ഷെ അവൻ്റെ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവും ഉണ്ടായില്ല. അങ്ങനെ തല്ലാനോ വഴക്ക് കൂടാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവൾ. 2 വട്ടം പുസ്തകം ഉയർത്തിപ്പിടിച്ചപ്പോഴും അവനത് താഴ്ത്തി. 3-ാമത്തേതിന് അവൾ മുതിർന്നില്ല. വിധു അവൾ വായിച്ചു കൊടുക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും അവൾ തൻ്റെ കർത്തവ്യം കൃത്യമായി നിർവഹിച്ചു. കാമം മൂത്ത് കൺട്രോൾ പോയ വിധു അവളുടെ ചുമലിൽ പിടിച്ചു. ഞെട്ടിക്കൊണ്ട് ആനി അവൻ്റെ കൈ തട്ടി മാറ്റി. എന്താ വിധു ഈ കാണിക്കുന്നേ? ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൻ തിരിച്ചു മറുപടി ഒന്നും പറയാതെ തല താഴ്ത്തി പുസ്തകത്തിലേക്ക് നോക്കി നിന്നു. ശേഷം ആനി വീണ്ടും ക്ലാസ് എടുക്കാൻ തുടങ്ങി. വിധു വീണ്ടും ധൈര്യം സംഭരിച്ചുകൊണ്ട് അവളുടെ കൈകളിൽ പിടിച്ചു. ഇത്തവണ ആനി അവൻ്റെ കൈ തട്ടി മാറ്റി കുതറി എഴുന്നേറ്റു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് ക്ലാസ് എടുക്കില്ല, വേഗം പൊക്കോ ഇവിടുന്ന്. മറുപടിയൊന്നും പറയാതെ അവൻ ആനിയെ നോക്കി പുഞ്ചിരിച്ചു. അത് കണ്ട് ദേഷ്യത്തോടെ അവൾ മുഖം തിരിച്ചു. ആനി കുറേ സമയം അവിടെ തന്നെ നിലയുറപ്പിച്ചു. വിധു ഒന്നും അറിയാത്ത പോലെ പുസ്തകത്തിലേക്ക് നോക്കി നിന്നു. അല്പസമയത്തിന് ശേഷം ആനി തിരികെ കസേരയിലിരുന്നു. ഇത്തവണ കസേര കുറച്ച് ദൂരത്തേക്ക് മാറ്റിയാണിരുന്നത്.
വിധുവും ഒട്ടും വിട്ടുകൊടുത്തില്ല. കസേര ആനി ടീച്ചർ അടുത്തേക്ക് നീക്കി വെച്ചിരുന്നു. പതിയെ അവൾ വീണ്ടും ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഇനിയും കുരുത്തക്കേട് കാണിച്ച ടീച്ചർ ക്ലാസ് തന്നെ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ വിധു ആ ശ്രമം ഉപേക്ഷിച്ചു. തൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളെ അടക്കി പിടിച്ച് പഠിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. കുറച്ചു കഴിഞ്ഞ് മേശയ്ക്കടിയിലൂടെ കാല് നീട്ടി അവളുടെ കാൽപാദത്തിൽ പതിയെ തലോടി. ആനി അവൻ്റെ കാല് തട്ടിമാറ്റി കാല് പിന്നിലേക്ക് വലിച്ചു. വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ തൻ്റെ കാൽ എത്തി വലിഞ്ഞ് അവളുടെ പാദത്തിൽ തലോടി. എതിർത്തിട്ടും അവൻ്റെ പ്രവൃത്തിയിൽ യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കണം ഇത്തവണ അവൾ പ്രതികരിക്കാൻ മുതിർന്നില്ല. അവനതൊരവസരമായി തോന്നി. കസേര കുറച്ചുകൂടി അടുത്തേക്ക് നീക്കി സൗകര്യത്തോടുകൂടി അവളുടെ കാലുകളിൽ തഴുകി. തൻ്റെ കാൽ വിരലുകൾ ടീച്ചറുടെ സ്വർണ്ണ കൊലുസിൽ തട്ടിക്കളിച്ചുകൊണ്ടിരുന്നു. കാലുകൾ കൊണ്ട് അവളുടെ മിനുസമാർന്ന പാദങ്ങളിൽ തഴുകുമ്പോൾ അവൻ എന്തെന്നില്ലാത്ത സന്തോഷം. ആനിയുടെ പ്രതികരണം പൂർണ്ണമായും ഇല്ലാതായതോടെ അവൻ്റെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചു. അടുത്ത നിമിഷം തന്നെ മേശയിൽ വെച്ചിരുന്ന ആനിയുടെ ഇടത്തെ കൈക്ക് കയറി പിടിച്ചു. ആനി അവൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചു. പ്രതിരോധിച്ചുകൊണ്ട് അവൻ മുറുക്കെ പിടിച്ചു. അവൻ്റെ കരുത്തിനെ എതിർത്ത് നിൽക്കാൻ അവൾക്കാവില്ലായിരുന്നു. വിധു, എൻ്റെ കയ്യിൽ നിന്ന് വിട്, ദേഷ്യത്തോടെ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അവനത് കേട്ട ഭാവം നടിച്ചില്ല. ആനി വീണ്ടും ആവർത്തിച്ചു. ഇത്തവണ അവളുടെ കൈ വിട്ടു. ശേഷം അവളുടെ മുഖത്തേക്ക് തന്നെ ഭാവവ്യത്യാസമില്ലാതെ നോക്കി. എനിക്ക് ടീച്ചറെ ഇഷ്ടമാണ്, വളരെ ആത്മവിശ്വാസത്തോടെയും പൗരുഷത്തോടെയും അവൻ പറഞ്ഞു. അത് കേട്ട് ആനി ഞെട്ടി. ആശ്ചര്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആനിക്കതൊരു ഷോക്കായിരുന്നു. ശേഷം കൂടുതൽ സംസാരത്തിന് മുതിരാതെ പുസ്തകങ്ങളുമായി അവൻ അവിടം വിട്ടിറങ്ങി. ട്യൂഷൻ വിട്ട് വീട്ടിലെത്തിയപ്പോഴും വിധുവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരാദിയാണ്. തൻ്റെ ഇഷ്ടം ആനി ടീച്ചർ അംഗീകരിക്കുമോ അതോ തള്ളിക്കളയുമോ? ഈ കാര്യമോർത്ത് അവൻ വല്ലാതെ വേവലാതിയായി. അന്നത്തെ ദിവസം അവൻ ഉറങ്ങാൻ പറ്റിയില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പക്ഷേ നിദ്രാദേവി കടാക്ഷിക്കുന്നില്ല. കണ്ണടച്ചാൽ ആനി ടീച്ചറുടെ മുഖം മാത്രമാണ് മനസ്സിൽ. തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ അവൻ കിടന്ന് സമയം നീക്കി. എപ്പോഴോ അവൻ പോലും അറിയാതെ പാതി മയക്കത്തിലേക്ക് വഴുതി വീണു. ഇതേ സമയം ആനിയുടെ ഉറക്കവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തൻ്റെ ജീവിതത്തിൽ നടന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് അവളെ അലട്ടുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഒരിക്കൽ പോലും കരുതിയതല്ല. വിധു തന്നെ ഇത്രയൊക്കെ ചെയ്തിട്ടും താൻ എന്താണ് ശക്തമായി പ്രതികരിക്കാത്തത്? ആനി സ്വയം ചോദിച്ചു. ഇനി തനിക്ക് അവനോട് പ്രേമമാണോ? അത് തെറ്റല്ലേ? അവന് തന്നേക്കാൾ പ്രായം കുറവല്ലേ? പഠിപ്പിച്ച വിദ്യാർത്ഥിയല്ലേ? പ്രേമമെന്ന പ്രയോഗം തന്നെ തെറ്റാണ്. ഓരോന്ന് ചിന്തിച്ച് അവൾ ആകെ കുഴഞ്ഞിരിക്കുകയാണ്. പിറ്റേ ദിവസം വളരെ വൈകിയാണ് വിധു ഉണർന്നത്. ഉണർന്നപ്പോഴും അവൻ്റെ മനസ്സിൽ ആനി ടീച്ചറെ കുറിച്ചുള്ള ചിന്തകളാണ്. ആനി ടീച്ചർ തൻ്റെ ഇഷ്ടം നിരാകരിച്ചാൽ ഒരുപക്ഷെ അത് തനിക്ക് താങ്ങാനാകില്ല. പക്ഷേ അവൻ ശുഭാപ്തി വിശ്വാസം തടഞ്ഞില്ല. വൈകുന്നേരമാകാൻ കാത്തിരുന്നു. രാവിലെ സോഫി ടീച്ചറുമൊത്ത് സ്കൂളിലേക്ക് പോവുകയാണ് ആനി. സോഫി ടീച്ചറെ, എനിക്കൊരു സംശയം, ആനി പറഞ്ഞു. എന്ത് സംശയം? സോഫി ടീച്ചർ ചോദിച്ചു. നമ്മളെക്കാൾ പ്രായം കുറവുള്ളവരെ പ്രണയിക്കുന്നത് തെറ്റാണോ? എന്താ, നീ ആരെയെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? ഇല്ല, വെറുതെ ചോദിച്ചതാ, ആനി പരിഭ്രമത്തോടെ പറഞ്ഞു. അതൊരു തെറ്റൊന്നുമല്ല. ആർക്കും ആരെ വേണമെങ്കിലും പ്രേമിക്കാം. വേണമെങ്കിൽ ആനി ടീച്ചർക്കും പ്രായം കുറഞ്ഞ ഒരാളെ പ്രേമിക്കാം. സോഫി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. എനിക്കതൊന്നും ഇഷ്ടമല്ല, ആനി മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്കറിയോ, എൻ്റെ കെട്ടിയോൻ അമേരിക്കയിൽ പോയിട്ട് വർഷം 2 കഴിഞ്ഞു. എന്നെക്കുറിച്ച് അങ്ങേർക്ക് ഒരു ചിന്തയുമില്ല, സോഫി നിരാശയോടെ പറഞ്ഞു. അതൊക്കെ ടീച്ചറുടെ വെറും തോന്നല. ടീച്ചർക്ക് കൂടി വേണ്ടിയല്ലേ അങ്ങേര് പുറം നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്, ആനി പറഞ്ഞു. ഇപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതൽ സമ്പാദിച്ചിട്ടുണ്ട്. എന്നിട്ടും അങ്ങേർക്ക് പണത്തോടുള്ള ആർത്തിക്കൊരു കുറവുമില്ല.
ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് ഒരുപാട് കാശ് ചിലവിന് കൊടുത്ത എല്ലാം ആയി എന്ന അയാളുടെ ഭാവം. എന്നാൽ കാശിനേക്കാൾ കൂടുതൽ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. അതിനെക്കുറിച്ച് അയാൾക്കൊരു ബോധവുമില്ല. ഈ വർഷവും അയാൾ ലീവിന് വന്നില്ലെങ്കിൽ കാശ് അങ്ങോട്ട് കൊടുത്ത് വീട്ടിൽ വേറെ ആളെ വിളിച്ച് കയറ്റും ഞാൻ. അതൊക്കെ തെറ്റല്ലേ? തെറ്റ് ശരിയും നോക്കി നിന്നാൽ എൻ്റെ ജീവിതം ഇങ്ങനെയങ്ങ് തീരും. എനിക്കാകെ 32 വയസ്സേ ആയിട്ടുള്ളൂ. ഇപ്പോൾ അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അനുഭവിക്കണം. സോഫിയുടെ ഉള്ളിലടക്കി പിടിച്ച വിഷമം പുറത്തു വന്നു. സോഫി ടീച്ചർ ദേഷ്യത്തിലായതുകൊണ്ട് ആനി കൂടുതൽ അഭിപ്രായമൊന്നും പറയാൻ നിന്നില്ല. സമയം വൈകിട്ട് 6 മണിയായി. എപ്പോഴും 7 മണിക്കാണ് ട്യൂഷൻ പോകാറ്. പക്ഷേ ഇന്ന് അവന് 7 മണിവരെ കാക്കാൻ ക്ഷമയുണ്ടായില്ല. വേഗം കുളിച്ചൊരുങ്ങി പുസ്തകങ്ങളുമായി ആനി ടീച്ചറുടെ വീട്ടിലേക്ക് ചെന്നു. നീ എന്താ ഇന്ന് നേരത്തെ? ആനി ടീച്ചറിൻ്റെ അമ്മ ചോദിച്ചു. ചുമ്മാ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആനി കുളിക്കുക, നീ മുറിയിൽ ചെന്നിരുന്നു, അമ്മ പറഞ്ഞു. തലയാട്ടിക്കൊണ്ട് ടീച്ചറുടെ മുറിയിലേക്ക് ചെന്നു. പുസ്തകങ്ങളൊക്കെ വെച്ച് ടീച്ചറെ കാത്തിരുന്നു. അല്പസമയത്തിന് ശേഷം കുളി കഴിഞ്ഞ് തല തോർത്തിക്കൊണ്ട് ആനി ടീച്ചർ മുറിയിലേക്ക് കടന്നു വന്നു. മുറിയിലൊട്ടാകെ സോപ്പിൻ്റെ നറുമണം പടർന്നു. വിധു കസേരയിലിരിക്കുന്നുണ്ടെങ്കിലും ടീച്ചർ അവനെ കാര്യമായി ശ്രദ്ധിച്ചില്ല. മൈൻഡ് ചെയ്യാതെ തല തോർത്തി മുടി ചീകി അടുത്തുള്ള കസേരയിൽ വന്നിരുന്നു. പുസ്തകങ്ങൾ തുറന്ന് കുറച്ച് നോക്കിയ ശേഷം അവനോട് ചോദിച്ചു, ഇന്നലെ ഏത് പോർഷനാണ് കംപ്ലീറ്റ് ചെയ്തത്? അത് കേട്ട് ആശ്ചര്യത്തോടെ അവൻ ടീച്ചറെ നോക്കി. ചോദിച്ചത് കേട്ടില്ലേ? ആനി വീണ്ടും ചോദിച്ചു. ടീച്ചർ, ഞാൻ ഇന്നലെ ചോദിച്ച കാര്യം. വിധു ചോദിച്ചു. എന്ത് കാര്യം? ടീച്ചർ ഗൗരവത്തോടെ ചോദിച്ചു. ടീച്ചറെ, എനിക്കിഷ്ടമാണ്. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഇനി എന്താ അറിയേണ്ടത്? ആനി ഗൗരവത്തോടെ ചോദിച്ചു. മറുപടി കേട്ട് അവൻ ആകെ വല്ലാതായി. കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തത മനസ്സിൽ അനുഭവപ്പെട്ടു. വിഷമത്തോടെ അവൻ തല കുനിച്ചു. നിരാശനായിരിക്കുന്ന വിധുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് എന്നോട് തോന്നിയതൊരു പ്രേമമല്ല, അത് വെറും ഒരു അട്രാക്ഷൻ മാത്രമാണ്. അത് ടീച്ചറാണോ തീരുമാനിക്കേണ്ടത്? അവൻ തിരിച്ചു ചോദിച്ചു. ഞാനും നിൻ്റെ പ്രായം കഴിഞ്ഞിട്ടാണ് വന്നത്. പഠിപ്പിക്കുന്ന സമയത്ത് എനിക്കും സാറന്മാരോട് ഇതുപോലെ അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. കാലം കഴിഞ്ഞപ്പോൾ അത് തനിയെ മാറി. ഇത് അതുപോലെയല്ല ടീച്ചറെ. എനിക്ക് ടീച്ചറെ ശരിക്കും ഇഷ്ടമാണ്. ഇഷ്ടം എന്നോടോ അതോ എൻ്റെ ശരീരത്തോടോ? അവൾ ഗൗരവത്തോടെ ചോദിച്ചു. ടീച്ചറെ, അത് അവൻ എന്തോ പറയാൻ ശ്രമിക്കുമ്പോൾ ആനി ഇടയ്ക്ക് കയറി പറഞ്ഞു. എനിക്കറിയാം, നിനക്കെൻ്റെ ശരീരമാണ് വേണ്ടത്. ടീച്ചർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് നിന്നോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. നിനക്ക് പഠിച്ച് പരീക്ഷ പാസ്സാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നത് മര്യാദയ്ക്ക് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ട്യൂഷൻ അവസാനിപ്പിച്ചു പൊക്കോളൂ. അത് കേട്ട് അവൻ നിരാശനായി. ടീച്ചറുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു പ്രതികരണം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഹൃദയം തകരുന്നത് പോലെ അനുഭവപ്പെട്ടു. അവൻ്റെ വിഷമം മുഖവിലേക്കെടുക്കാതെ ആനി ക്ലാസ് തുടങ്ങി. കുറച്ചു നേരത്തേക്ക് അവൻ മൗനത്തിലായി. വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ലെന്ന് പതിയെ അവന് മനസ്സിലായി. ഏതായാലും ടീച്ചർ തൻ്റെ ഇഷ്ടം നിരാകരിച്ചു. എങ്കിൽ പിന്നെ സീൻ പിടിച്ച് നിർവൃതി അണയാമെന്ന് അവൻ തീരുമാനിച്ചു. പഴയതുപോലെ ടീച്ചറുടെ ശരീരത്തിലേക്കായി അവൻ്റെ നോട്ടം. അവളത് ശ്രദ്ധിച്ചെങ്കിലും കാര്യമാക്കാൻ പോയില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്നവക്കറിയാം. അത് മുഖവിലേക്കെടുക്കാതെ ക്ലാസ് തുടർന്നു. അടുത്ത നിമിഷം രണ്ടും കൽപ്പിച്ച് അവൻ അതിരുവിട്ട് പെരുമാറി. ശേഷം കൈകളിൽ ബലമായി പിടിച്ചു. അവൾ കൈതട്ടി മാറ്റാൻ ശ്രമിച്ചു. അവൻ വിടാൻ തയ്യാറല്ല. വിധു, കൈയെടുക്ക്, എനിക്ക് വേദനിക്കുന്നു. പ്ലീസ് ടീച്ചറെ, എനിക്ക് ഇനിയും എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്നെ ഒന്ന് മനസ്സിലാക്ക്. അവൻ്റെ കണ്ണുകളിൽ ഒരേ സമയം ഒരു ദയനീയ ഭാവവും ഒപ്പം തന്നെ ആർത്തി പൂണ്ട ഒരു ചെന്നായിയും അവൾ കണ്ടു. ആനി അവനെ തള്ളിമാറ്റാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഉറക്കെ നിലവിളിച്ചാലോ എന്ന് അവൾക്ക് തോന്നി. പക്ഷേ അവൾ അതിന് ശ്രമിച്ചില്ല. വിധു, നീ കൈയെടുക്ക്, ഞാനൊന്ന് പറയട്ടെ, അവൾ അപേക്ഷിച്ചു. എന്നിട്ടും അവൻ കൈയെടുക്കാൻ കൂട്ടാക്കിയില്ല. വീണ്ടും അവൾ ദയനീയമായി അപേക്ഷിച്ചു. കുറച്ച് സമയം കഴിഞ്ഞ് അവൻ കൈകൾ വിടുവിച്ചു.
ഞാൻ നിന്നെ വഴക്ക് പറയാത്തത് എൻ്റെ ദൗർബല്യമായി നീ കാണരുത്, ആനി കണ്ണു കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ടീച്ചറെ എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. 3-4 ദിവസം പട്ടിണി കിടന്ന നായിക്ക് ബിരിയാണി കിട്ടിയ അവസ്ഥയാണ് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ എനിക്കുണ്ടാകുന്നത്. ഒരു സ്ത്രീയുടെ ശരീരത്തെ അവളുടെ സമ്മതമില്ലാതെ സ്പർശിക്കുന്നത് പോലും തെറ്റാണ്. എന്നാൽ നീ എന്താ എന്നെ ചെയ്തത്? എനിക്ക് പകരം വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ നീ ഇങ്ങനെ ഇവിടെ ഇരിക്കുമായിരുന്നോ? എനിക്ക് മനസ്സിലാകും ടീച്ചർ, ഞാൻ ടീച്ചറോട് ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് ടീച്ചറെ ഇഷ്ടമാണെന്നത് സത്യമാണ്. ടീച്ചർക്ക് തിരിച്ച് എന്നോട് അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ശരിയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷേ അത് നീ കരുതും പോലുള്ള ഇഷ്ടമല്ല. ഇല്ല, ടീച്ചർ കള്ളം പറയുകയാണ്. ആ കണ്ണുകളിൽ നിന്നും എനിക്കത് മനസ്സിലാകും. പിന്നീട് കുറച്ചു നേരത്തേക്ക് ആനിയൊന്നും മിണ്ടിയില്ല. ഇതൊക്കെ തെറ്റാണ് വിധു, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഇതെങ്ങനെയാണ് തെറ്റാവുക? അവൻ ചോദിച്ചു. എനിക്കറിയില്ല, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എനിക്കറിയാം ടീച്ചർക്ക് എന്നെ ഇഷ്ടമാണ്, പക്ഷേ അത് തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. അവൻ സങ്കടത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ആനി അവനെ തടയാൻ ശ്രമിക്കാൻ നോക്കിയെങ്കിലും അവൻ വളരെ വേഗത്തിൽ അവിടെ നിന്ന് പോയിരുന്നു. അവൾക്കും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സങ്കടങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു. അവൾ സ്റ്റഡി ടേബിളിൽ തല കമഴ്ത്തി വെച്ച് കുറേ നേരം അങ്ങനെ തന്നെ ഇരുന്നു. അവളുടെ മിഴികളിൽ നനവ് പടർന്നു. എന്തിനാണ് താൻ സങ്കടപ്പെടുന്നതെന്ന് അവൾക്ക് പോലും തിരിച്ചറിയാനാകുന്നില്ലായിരുന്നു. അന്ന് നേരം പുലരുന്നത് വരെ ആനി അങ്ങനെ തന്നെ ഇരുന്നു. പിറ്റേന്ന് രാവിലെ കുളിച്ചൊരുങ്ങി അമ്മയ്ക്കധികം മുഖം കൊടുക്കാതെ സ്കൂളിലേക്ക് തിരിച്ചു. എന്താ ആനി, നിന്റെ മുഖത്ത് നല്ല ക്ഷീണം? സോഫി ടീച്ചർ ചോദിച്ചു. ഒന്നുമില്ല, ആനി മുഖത്ത് നോക്കാതെ മറുപടി നൽകി. ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിയില്ലേ? സോഫി ചോദിച്ചു. ഇന്നലെ രാത്രി നല്ല ഉറക്കം കിട്ടിയില്ല, ചിലപ്പോൾ അതിൻ്റേതായിരിക്കും. ആനി, ഇനിയും എത്ര കാലം ഞാൻ പിടിച്ചു നിൽക്കണം? സോഫി ചോദിച്ചു. എന്തു പറ്റി ടീച്ചറെ? ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞിരുന്ന കാര്യം മറന്നോ? ഇനിയും എത്ര കാലം ഒരു ആൺതുണയില്ലാതെ കഴിയും? എൻ്റെ കെട്ടിയവനോ എന്നെ വേണ്ട. ടീച്ചർ ഇനിയും ആ കാര്യം വിട്ടില്ലേ? ആനി ചോദിച്ചു. എങ്ങനെ വിടും? വികാരവും വിചാരവുമുള്ള ഒരു മനുഷ്യ സ്ത്രീയല്ലേ ഞാൻ. എത്ര കണ്ട് എനിക്കെൻ്റെ ആഗ്രഹങ്ങളെ മനസ്സിലടക്കി പിടിക്കാൻ കഴിയും? എന്ന് കരുതി അബദ്ധമൊന്നും കാണിക്കരുത് ടീച്ചറെ. എന്തെങ്കിലും കാട്ടിക്കൂട്ടി പുറത്താരെങ്കിലും അറിഞ്ഞാൽ ടീച്ചറുടെ ജീവിതം അതോടെ തീരും. ആനി മുന്നറിയിപ്പ് നൽകി. പെട്ടെന്ന് സോഫി ഒരു കാര്യം ഓർത്തെടുത്തു. ടീച്ചറുടെ ട്യൂഷൻ കുട്ടി വിധു ആളെങ്ങനെയാ? ടീച്ചർ എന്തിനാണ് വിധുവിൻ്റെ കാര്യം ചോദിച്ചതെന്ന് ആനിക്ക് മനസ്സിലായി. അവനിപ്പോൾ നല്ല കുട്ടിയാണ്, ആനി പറഞ്ഞു. എത്ര നല്ല കുട്ടിയാണെന്ന് പറഞ്ഞാലും ബസ്സിൽ വെച്ച് നിന്നെ കയറി പിടിച്ചവനല്ലേ അവൻ. അതിൻ്റെ ചോരത്തിളപ്പ് കാണും, പുറത്ത് കാണിക്കുന്നുണ്ടാവില്ലെന്നേ ഉള്ളൂ. എന്നാലും അത് വേണ്ട ടീച്ചറെ, അവനിപ്പോൾ നന്നായി പഠിക്കുന്നുണ്ട്. അവനെ ചീത്തയാക്കാൻ ഞാൻ സമ്മതിക്കില്ല, ആനി കടുപ്പിച്ചു പറഞ്ഞു. എടി ആനി, ഞാൻ അവനെ ചീത്തയാക്കത്തില്ല. അവൻ്റെ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് നല്ല താല്പര്യമായിരിക്കും. അത് ഉള്ളിലൊതുക്കി നടക്കുമ്പോഴാണ് പഠനത്തിൽ ശ്രദ്ധ കുറയുന്നത്. ഇതിൻ്റെയൊക്കെ സുഖം റിയലായി ലഭിച്ചു കഴിഞ്ഞാൽ അവൻ നന്നായി പഠിച്ചോളും. വേണ്ട ടീച്ചറെ, ഞാൻ ഈ കാര്യത്തിന് എന്തായാലും കൂട്ടു നിൽക്കത്തില്ല, ആനി പറഞ്ഞു. പേടിയാണേ നീ ഇതിൽ ഇടപെടേണ്ട. ലീവ് ദിവസം ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം. അപ്പോൾ അവനെ കണ്ട് നേരിട്ട് സംസാരിക്കാം. അവൻ എന്നെ ഇഷ്ടപ്പെടാതിരിക്കില്ല, സോഫി പറഞ്ഞു. ആനിക്ക് അതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് ആനി ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. സോഫി ടീച്ചർ അങ്ങനെ പറഞ്ഞപ്പോൾ തൻ്റെ ചങ്കിൽ നിന്ന് ചോര പൊടിയുന്ന പോലെയാണ് തോന്നിയത്. അതെന്തുകൊണ്ടാവും? അവൻ ആരാ എൻ്റെ? സോഫി ടീച്ചർ അവനെ വളച്ചാലും എന്ത് ചെയ്താലും താൻ എന്തിനാ വിഷമിക്കുന്നേ? എന്താണ് തനിക്ക് പറ്റുന്നത്? അവൾ ആകെ വല്ലാത്ത അവസ്ഥയിലായി. ഒരുപാട് വയസ്സിനിളയതാണെങ്കിലും തൻ്റെ ശരീരത്തിൽ ആദ്യമായി കൈവച്ച ഒരു പുരുഷഗണത്തിൽ പെടുന്ന വ്യക്തി അവൻ മാത്രമാണ്. അവൻ തൻ്റെ സ്റ്റുഡൻറ്റ് മാത്രമാണ്. എങ്കിലും എന്തോ ഒക്കെ ഒരു ഫീലിംഗ് അവനോട് തനിക്കുണ്ടോ? ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതിനിടയിൽ അവൾ ക്ലോക്കിൽ സമയം നോക്കി. സമയം ഒരുപാടായി. അവൻ ട്യൂഷന് വരേണ്ട സമയം കഴിഞ്ഞു. അവൻ ഇനി വരില്ലേ? അവനെ കാണാത്തത് കൊണ്ട് സങ്കടം പോലെ വരുന്നു.
അവൻ ഇന്നലെ ഇറങ്ങിപ്പോയപ്പോൾ മറന്നു വെച്ച നോട്ട് ബുക്ക് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ വെറുതെ താളുകൾ മറിച്ചു. അതിൽ അവസാന പേജുകളിൽ അവൻ എഴുതി വെച്ചിരിക്കുന്നത് അവൾ വായിച്ചു. പ്രണയത്തെക്കുറിച്ചുള്ള അർത്ഥവത്തായ വരികളാണ്. ഉറപ്പായും അത് തന്നെക്കുറിച്ച് ഓർത്ത് എഴുതിയതാണ്. അവൻ ഇത്തരത്തിലുള്ള കഴിവുകളുണ്ടായിരുന്നോ? അവൾ അത്ഭുതം കൂറി. പെട്ടെന്ന് ഒരു സൈക്കിളിൻ്റെ ശബ്ദം കേട്ട് ജനാലയിലെ കർട്ടൻ അവൾ നീക്കി. അവളുടെ കണ്ണുകൾ വിടർന്നു. വിധുവാണ്. എന്തെന്നില്ലാത്തൊരു സന്തോഷം അവളിൽ ഉടലെടുത്തു. എങ്കിലും അവൾ ഒരു കൃത്രിമ ഗൗരവം മുഖത്ത് വരുത്തിയിരുന്നു. പതിവ് പോലെ ക്ലാസ് തുടങ്ങി. നീ എന്താ ലേറ്റ് ആയത്? ഒന്നുമില്ല എന്നർത്ഥം വെച്ച് അവൻ തല കുലുക്കി. വീണ്ടും ഉഴപ്പാനാണോ ഭാവം? ഞാൻ നന്നായി പഠിച്ചോളാം ടീച്ചറേ. നാളെ മുതൽ കറക്റ്റ് ടൈമിൽ വന്നോണം. അവൻ തല കുലുക്കി. ആനി ക്ലാസ് എടുക്കാൻ തുടങ്ങി. പക്ഷേ വിധു സാധാരണ കാണിക്കുന്ന കുരുത്തക്കേടുകളൊന്നും കാണിക്കാതെ ക്ലാസ്സിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നു. അത് ആനിയിൽ ചെറുതായെങ്കിലും ഒരത്ഭുതം സൃഷ്ടിച്ചു. കെമിസ്ട്രി നോട്ട്ബുക്കിലാണോ മലയാളം കവ എഴുതുന്നത്? ഇതാരാ എഴുതിയേ? ഞാൻ എഴുതിയതാണ് ടീച്ചറെ. ഓർത്തെഴുതിയ വരികളാണ്. അത് കേട്ടപ്പോൾ ആനിയുടെ കണ്ണുകൾ വിടർന്നു. ടീച്ചറിന് എന്നോട് എന്തെങ്കിലും ഇഷ്ടം തോന്നുമെന്ന് കരുതി. പക്ഷേ ടീച്ചർക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. അവൻ സങ്കടത്തോടെ തല താഴ്ത്തിയിരുന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും അവൻ്റെ കവിളിൽ അവൾ അമർത്തി ചുംബിച്ചു. അപ്രതീക്ഷിതമായി സംഭവിച്ചതുകൊണ്ട് അവൻ ഞെട്ടിത്തരിച്ചുപോയി. തൻ്റെ ചുവന്ന ചുണ്ടുകൾ കൊണ്ട് സ്നേഹപൂർവ്വം അവൾ ചുംബിച്ചു. അവൻ്റെ മുഖം അവൾ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഐ ലവ് യു വിധു, ഐ ലവ് യു. നിറപുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. ഐ ലവ് യു ടു. ആനിയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവർ പരസ്പരം കെട്ടിപ്പുണർന്നു. പെട്ടെന്ന് മുറിയുടെ വാതിൽ തുറന്നു. ഇരുവരും ഞെട്ടിക്കൊണ്ട് ആലിംഗനത്തിൽ നിന്ന് വേർപെട്ട് തിരിഞ്ഞു നോക്കി. ആനി ടീച്ചറുടെ അമ്മയാണ്. എന്താ അമ്മേ? വെപ്രാളത്തോടെ ആനി ചോദിച്ചു. വിധു നിൻ്റെ അമ്മ ഫോണ് വിളിച്ചിരുന്നു. വേഗം വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. മേരി പറഞ്ഞു. എന്തിനാ വിളിച്ചേ? വിധു ചോദിച്ചു. അറിയില്ല, നിന്നോട് വേഗം ചെല്ലാൻ പറഞ്ഞു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷത്തിൽ തന്നെ ഇങ്ങനെയൊന്നും അവൻ പ്രതീക്ഷിച്ചതല്ല. വിധു നിരാശയോടെ ആനിയോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു. അമ്മ വിളിച്ചത് പ്രകാരം വിഷമത്തോടെ വിധു വീട്ടിലേക്ക് ചെന്നു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ ഇങ്ങനെ ചില വിലങ്ങുതടികൾ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. നഷ്ടബോധത്തോടെ അവൻ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് തന്നെ അത്യാവശ്യമായി വിളിച്ചു വരുത്തിയത്. അമ്മയുടെ ഇളയ സഹോദരനും ഭാര്യയും. ഇവർക്ക് വരാൻ കണ്ട നേരം. അടുത്ത് ഒരു കല്യാണത്തിന് വന്നപ്പോൾ വീട്ടിലൊന്ന് മുഖം കാണിക്കാൻ കയറിയതാ. കണ്ടപാടെ വിധുവിനോട് വിശേഷങ്ങൾ തിരക്കി. ഉള്ളിലെ വിഷമം പുറത്ത് പ്രകടിപ്പിക്കാതെ സൗമ്യമായി അവരോട് പെരുമാറി. ഇവൻ ഏത് വിഷയത്തിലാ തോറ്റത്? മാമി ചോദിച്ചു. ആ ചോദ്യം അവൻ ഒട്ടും പിടിച്ചില്ല. കെമിസ്ട്രി. വനജ മറുപടി നൽകി. നല്ലോണം പഠിക്കണം കേട്ടോ, എന്നാലേ നല്ല ജോലിയൊക്കെ കിട്ടൂ. ഒടുക്കത്തെ ഒരു ഉപദേശവും. എല്ലാ ദേഷ്യവും കടിച്ചു പിടിച്ച് അവർ പോകുന്നത് വരെ സഹിച്ചിരുന്നു. കയ്യിൽ ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ആന ടീച്ചർക്ക് മെസ്സേജ് അയക്കാമായിരുന്നു. ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്വിച്ച് ഫോണിൽ മര്യാദയ്ക്കൊന്നും മെസ്സേജ് അയക്കാൻ കൂടി പറ്റത്തില്ല. ഫോൺ തിരികെ തരാൻ അമ്മയോട് ചോദിച്ചാലോ? ഉടനെ അവൻ ഹാളിലേക്ക് ചെന്നു. അമ്മ അവിടെ ഇരുന്ന് സീരിയൽ കാണുകയാണ്. അവൻ അടുത്ത് ചെന്ന് വിളിച്ചു. എന്താടാ? അമ്മ കാര്യം തിരക്കി. എൻ്റെ മൊബൈൽ തിരിച്ചു തരുമോ? എളിമയോടെ ചോദിച്ചു. ഇപ്പോൾ എന്തിനാ നിനക്ക് മൊബൈല്? ഈ മൊബൈൽ ഉപയോഗിക്കാൻ ഒരു സുഖമില്ല. കയ്യിലെ സ്വിച്ച് ഫോൺ കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അതിൽ കോൾ ചെയ്യാൻ പറ്റുന്നില്ലേ? അമ്മ ചോദിച്ചു. പറ്റുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? അതിൽ മെസ്സേജ് അയക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിനക്കിപ്പോൾ ആർക്കാ മെസ്സേജ് അയക്കേണ്ടത്? അമ്മ സംശയത്തോടെ ചോദിച്ചു. ഫ്രണ്ട്സിന്. പരിങ്ങിക്കൊണ്ട് അവൻ മറുപടി പറഞ്ഞു. ഫ്രണ്ട്സിനോട് എന്തെങ്കിലും
പറയാനുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, വെറുതെ മെസ്സേജ് അയച്ച് ബുദ്ധിമുട്ടേണ്ട. ആനി ടീച്ചർ എന്നോട് പ്രത്യേകം പറഞ്ഞതാ, എക്സാം പാസ്സാവാതെ നിനക്ക് മൊബൈൽ തിരികെ കൊടുക്കണ്ടെന്ന്. ആനി ടീച്ചർ അങ്ങനെ പറഞ്ഞോ? വിധു ആശ്ചര്യത്തോടെ ചോദിച്ചു. പറഞ്ഞു. എന്നാ ശരി. പിന്നീട് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ തിരികെ മുറിയിലേക്ക് ചെന്നു. പതിവ് പോലെ രാവിലെ സ്കൂളിലേക്ക് പോവുകയാണ് ആനി ടീച്ചറും സോഫി ടീച്ചറും. ആനി ടീച്ചർ ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം? സോഫി ടീച്ചർ ചോദിച്ചു. അത് ടീച്ചർക്ക് വെറുതെ തോന്നുന്നതാ, ആനി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. എന്നാലും അതല്ല, മുഖത്ത് നല്ല തെളിച്ചമുണ്ട്. ഒന്നുമില്ല ടീച്ചറെ, ടീച്ചർക്ക് വെറുതെ തോന്നുന്നതാ, ആനി കള്ളം പറഞ്ഞൊഴിവാക്കി. എന്തേലും ആകട്ടെ, എൻ്റെ ജീവിതത്തിലെ സന്തോഷം എല്ലാം പോയി, സോഫി നിരാശയോടെ പറഞ്ഞു. അതെന്താ ടീച്ചറെ അങ്ങനെ പറയുന്നേ? ആനി സംശയത്തോടെ ചോദിച്ചു. എൻ്റെ ഭർത്താവ് ഇക്കൊല്ലവും നാട്ടിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞു, കിട്ടിയ ലീവ് ക്യാൻസൽ ചെയ്തു. അതെന്താ? ക്യാഷിനോടുള്ള ആർത്തി, അതുതന്നെ കാരണം, സോഫി ദേഷ്യത്തോടെ പറഞ്ഞു. ചേച്ചി സമാധാനിക്ക്, അടുത്ത കൊല്ലം ചേട്ടായി വരുമല്ലോ, ആനി അവരെ സമാധാനിപ്പിച്ചു. ആനി, നിന്നോട് എനിക്ക് സ്നേഹമുള്ളതുകൊണ്ട് പറയുക, വിദേശത്ത് ജോലിയുള്ള ആളുടെ ആലോചന വന്നാൽ ഒരിക്കലും കെട്ടരുത്, അല്ലേ എൻ്റെ അവസ്ഥയാവും, സോഫി അവളെ ഉപദേശിച്ചു. അതോർത്ത് ടീച്ചർ പേടിക്കണ്ട, ഞാൻ ഏതായാലും നാട്ടിൽ ജോലിയുള്ള ആളെ മാത്രമേ കെട്ടൂ, ആനി ഉറപ്പ് നൽകി. നിനക്ക് 29 വയസ്സായില്ലേ, ഇനിയും കല്യാണം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണോ? അതൊന്നും കുഴപ്പമില്ല ടീച്ചറെ, അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് ഒരുപാട് തുക കടം വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു കൊടുത്ത് കുറച്ച് സമ്പാദിച്ചതിന് ശേഷം മാത്രമേ ഞാൻ വിവാഹത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ, ആനി പറഞ്ഞു. വൈകിട്ട് കൂട്ടുകാരുമൊത്ത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ് വിധു. ഗ്രൗണ്ടിൽ നിന്നും ചെറിയ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. വാടാ ചെന്ന് കളിച്ചാലോ, വിധു ചോദിച്ചു. ആ പിള്ളേർ മര്യാദയ്ക്ക് കളിച്ചോട്ടെ, അതിൻ്റെ ഇടയിൽ ചെന്ന് വെറുതെ അലമ്പാക്കാൻ നിൽക്കണ്ട, ആൽഫി പറഞ്ഞു. നിങ്ങളുടെയൊക്കെ കയ്യിൽ ഫോണുണ്ട്, എനിക്കും എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, വിധു പറഞ്ഞു. ഞങ്ങളില്ല, നീ പോയി കളിച്ചോ, മനു പറഞ്ഞു. ഒന്നും വാടാ, കുറേ ദിവസമായില്ലേ മേലും കൈയും ഇളകിയിട്ട്, വിധു അവരെ നിർബന്ധിച്ചു. നീ വേണേ പോയി കളി, ഞങ്ങൾക്ക് താല്പര്യമില്ല, ഇരുവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഇന്ന് ഇവന്മാരെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല എന്ന് വിധുവിന് മനസ്സിലായി. കൂടുതൽ സംസാരിച്ച് നിൽക്കാതെ അവൻ കളിക്കാൻ പോയി. വിധു ഇന്ന് നല്ല മൂഡിലാണല്ലോ, അവൻ എന്തു പറ്റിയതാ, ആൽഫി ചോദിച്ചു. ഫോണിൽ പെസ് കളിക്കാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും, മനു പറഞ്ഞു. കളി കഴിഞ്ഞ് 6 മണിയായപ്പോൾ വിധു വീട്ടിലേക്ക് തിരിച്ചെത്തി. ഉമ്മറത്ത് അമ്മ അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്താടാ വരാൻ ലേറ്റായത്? പിള്ളേരുടെ കൂടെ ഫുട്ബോൾ കളിക്കാൻ നിന്നപ്പോൾ ലേറ്റായതാ, വേഗം ചെന്ന് കുളിച്ച് ട്യൂഷന് പോകാൻ നോക്ക്. ധൃതി കാണിക്കാതെ സാവധാനം വിസ്തരിച്ച് കുളിച്ചൊരുങ്ങി പുസ്തകങ്ങളുമായി ടീച്ചറുടെ വീട്ടിലേക്ക് ചെന്നു. മുറിയിൽ തനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആനി. എന്താ ലേറ്റായത്, അവൾ ചോദിച്ചു. ഫുട്ബോൾ കളിക്കാൻ പോയതാ ടീച്ചറെ. ശേഷം അവൻ ടീച്ചറുടെ അടുത്തിരുന്നു. അവനെ നോക്കി വശ്യമായി ചിരിച്ചുകൊണ്ട് ആനി ക്ലാസ് എടുക്കുവാൻ തുടങ്ങി. ക്ലാസ് എടുക്കുന്നതിനിടയിൽ അവൻ പഴയ പോലെ കുരുത്തക്കേട് കാട്ടാൻ തുടങ്ങി. അവൾ അതൊന്നും കാര്യമാക്കാതെ അവൻ്റെ സൗകര്യത്തിന് നിന്നുകൊടുത്തു. ടീച്ചറെ, ഒരാഗ്രഹം, എൻ്റെ മടിയിലിരിക്കുമോ, അവൻ ചോദിച്ചു. എന്തിനാ, അവൾ നാണത്തോടെ ചോദിച്ചു. മടിയിലിരുന്നാൽ നന്നായി ഹഗ് ചെയ്യാൻ പറ്റും. അവൻ്റെ മറുപടി കേട്ട് നാണത്തോടെ പുഞ്ചിരിച്ച ശേഷം കസേരയിൽ നിന്നും എഴുന്നേറ്റ് അവൻ്റെ മടിയിൽ ചെന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്കി പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം, അതിൽ ജോയിൻ ചെയ്ത് അത് കേൾക്കുക. പിന്നെ അത് കൂടാതെ ഇതിനൊരു 3rd പാർട്ട് കൂടി ഉണ്ട്. അത് ഈ പാട്ടിന് നല്ല റീച്ച് കിട്ടിയാൽ ഞാൻ 3rd പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വിത്ത് ലവ്, അലീന.